ഇന്ന് രാവിലെയും ഇത്രയും സഹോദരന്മാർക്ക് ദൈവവചന പഠനത്തിനായി കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം 5-ാം അധ്യായത്തിൽ തന്നെയാണ്. നമ്മുടെ ക്ലാസ് 3 ദിവസം കഴിഞ്ഞെങ്കിലും വളരെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് വിശദീകരിക്കുവാൻ ആവശ്യമായിരുന്നുകൊണ്ട് നാം അതിനായിട്ട് അല്പസമയം എടുക്കുകയായിരുന്നു. എന്നാൽ ഇന്നു മുതൽ കുറച്ചുകൂടെ വേഗത്തിൽ നാം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. നാം ഇന്നലെ 19-ാമത്തെ 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വരെയാണ് പ്രധാനമായിട്ട് ചിന്തിച്ചത്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. 20-ാം വാക്യം വരെയാണ് ഇന്നലെ ചിന്തിച്ചത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇന്നലെ പ്രധാനമായി പറഞ്ഞ 2 കാര്യങ്ങൾ ഒന്നുകൂടെ ഊന്നി പറയട്ടെ. അത് ഹൃദയത്തിലിരുന്നാലേ ഇനി പറയുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാകുകയുള്ളൂ. ഞാൻ ഇന്നലെയും ആ കാര്യം ഓർപ്പിച്ചു. ഒന്ന്, ന്യായപ്രമാണത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന് എതിര് പറയുകയല്ല എന്നത്. മോശയുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം മാത്രമായിട്ടല്ല, അതിനോട് റബ്ബിമാരുടെ അനേക വ്യാഖ്യാനങ്ങൾ, വിശദമായ വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർത്ത് അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. മിഷ്നയെക്കുറിച്ചും തൽമൂദുകളെക്കുറിച്ചും ഇന്നലെ പറഞ്ഞു. അനേക വാല്യങ്ങളായി ഈ ന്യായപ്രമാണത്തെ അവരാക്കിയിരുന്നു. അതാണ് അന്ന് ന്യായപ്രമാണമായി ജനങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പം അതിനകത്തുള്ള കുഴപ്പം, ദൈവം നൽകിയ ന്യായപ്രമാണം മാത്രമല്ല, അതിൻ്റെ അർത്ഥം ഇന്നതാണ്, അതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവരുടെ റബ്ബിമാർ എഴുതി ചേർത്തതായ വ്യാഖ്യാനങ്ങളും അതിലുണ്ടായിരുന്നു. അത് മൊത്തമായിട്ടാണ് ന്യായപ്രമാണമായി ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. 2-ാമത്തെ കാര്യം, ബാബിലോണിലേക്ക് പ്രവാസത്തിന് യഹൂദന്മാർ പോയ കാലത്ത് അനേക വർഷങ്ങൾ അവിടെ ആയിരുന്നുകൊണ്ട് അനേകർക്കും എബ്രായ ഭാഷയുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും അവർ തിരിച്ചു വന്നപ്പോൾ ഒരു പക്ഷേ അല്പസ്വല്പമൊക്കെ ഭാഷ അറിയാമെങ്കിലും എബ്രായ ഭാഷയിൽ തിരുവെഴുത്തുകൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിവില്ലാത്തവരായിരുന്നു അവരിൽ അനേകരും. അതുകൊണ്ട് ഈ റബ്ബിമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർ ന്യായപ്രമാണമായി തിരുവെഴുത്തായി സ്വീകരിച്ചത്. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ, കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അന്നത്തെ യഹൂദന്മാർ അവരുടെ റബ്ബിമാർ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് ന്യായപ്രമാണമായി മനസ്സിലാക്കിയിരുന്നത്. ഈ ഭാഗങ്ങളിൽ കർത്താവ് നാം ഇന്നലെ ചിന്തിച്ചതുപോലെ 6 തെറ്റായ വ്യാഖ്യാനങ്ങൾ അവർ കൊടുത്തിരുന്ന കാര്യങ്ങളെ കർത്താവ് എടുത്ത് തിരുത്തി പറയുന്നതായിട്ട് നാം വായിക്കുന്നു. കൊലപാതകം, വ്യഭിചാരം, വിവാഹമോചനം, സത്യം ചെയ്യൽ അല്ലെങ്കിൽ ആണയിടൽ, പ്രതികാരം ചെയ്യൽ, അയൽക്കാരനെ സ്നേഹിക്കുക, ഈ വിഷയങ്ങളെക്കുറിച്ച് അവരുടെ റബ്ബിമാർ തെറ്റായി പഠിപ്പിച്ചിരുന്ന ഓരോരോ കാര്യങ്ങൾ കർത്താവ് എടുത്ത് ചൂണ്ടിക്കാണിച്ച് ആ കൽപ്പനയോടുള്ള ബന്ധത്തിൽ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കർത്താവ് ഇവിടെ വിശദീകരിക്കുകയാണ്. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പൂർവന്മാർ അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ച് അവരുടെ റബ്ബിമാർ പഠിപ്പിച്ച കാര്യത്തെ ഉദ്ദേശിച്ചാണ്, കേവലം എഴുതപ്പെട്ട ന്യായപ്രമാണത്തെ ഉദ്ദേശിച്ചല്ല. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൽ ഇങ്ങനെയാണെന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു അതിൻ്റെ ശരിയായ അർത്ഥം ഇതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ന്യായപ്രമാണത്തിനെതിരെ പറയുകയല്ല, ന്യായപ്രമാണത്തെ തിരുത്തുകയല്ല, ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള തെറ്റായ പഠിപ്പിക്കലുകളെ കർത്താവ് തിരുത്തുകയാണ്. ആ കാര്യം എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. So in the days of our Lord Jesus, they used a loose rendering of the law in which they had incorporated all sorts of interpretation of their rabbis. So the law plus the interpretations, that was their law in those days. And many of the people, because of the slavery in Babylon, they had lost their touch with the Hebrew language, so many of them could not read and understand the Hebrew language. So they had to depend on what these rabbis, what these scribes and Pharisees taught them.
Here, the Lord Jesus is not correcting the law. He is correcting the wrong interpretation of the law given by the Jewish leaders. So the Lord says, you have heard. That is not referring to the written law directly. That is referring to what their rabbis had taught them. But the Lord says, I say unto you. That means this is the correct meaning of the law. ന്യായപ്രമാണത്തിന്റെ ശരിയായ ഉദ്ദേശം, അർത്ഥം ഇതാണ്. നമുക്ക് വളരെ വിശദീകരിച്ച് വേണമെങ്കിൽ പറയാമെങ്കിലും നമുക്ക് ക്ലാസ് തീർക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് പ്രധാന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാം. 6 കാര്യങ്ങൾ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് കൊല ചെയ്യരുത് എന്നാണ്. നമ്മുടെ മലയാളം വേദപുസ്തകത്തിലൊക്കെ കുല എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നോട്ടിൽ കറക്റ്റായിട്ട് കൊല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭാഷ അറിയാവുന്നവർ പറയുന്നത് കുലയല്ല ശരി, കൊലയാണ് ശരി എന്നാണ്. അത് നമുക്ക് ഭാഷാ പണ്ഡിതന്മാർക്ക് വിടാം. സന്ദർഭവശാൽ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആകട്ടെ, ഒന്നാമത്തേത് കൊലപാതകം. അതിനെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ധാരണ എന്താണെന്നറിയാമോ? കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത്. പൂർവന്മാരോട് എന്നുള്ളത് ഇംഗ്ലീഷിൽ ബൈ ദം ഓഫ് ഓൾഡ്, പൂർവന്മാർ അരുളി ചെയ്തത്, നിങ്ങളുടെ പഴയ ആളുകൾ നിങ്ങളെ പഠിപ്പിച്ചത് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ഇവിടെ എന്താ കർത്താവ് പഠിപ്പിക്കുന്നത്? കൊല ചെയ്യരുത് എന്നുള്ളത് ന്യായപ്രമാണത്തിലുള്ളതാണ്. അപ്പോൾ യഹൂദന്മാര് അതനുസരിക്കും. ഞങ്ങളാരെയും കൊല്ലുന്നില്ലല്ലോ, ഞങ്ങളാരെയും കത്തിക്ക് കുത്തുന്നില്ല, ഞങ്ങളാരെയും കൊല ചെയ്യുന്നില്ല, ഞങ്ങളിപ്പോൾ ന്യായപ്രമാണം അനുസരിച്ചു. അതായിരുന്നു അവരുടെ മനോഭാവം. കർത്താവ് പറയാണ്, കൊല ചെയ്യരുത് എന്നുള്ള ന്യായപ്രമാണം കൊടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരാളെ കൊല്ലുന്നത് മാത്രമല്ല ഉദ്ദേശിച്ചത്, കൊലയ്ക്ക് ഹേതുവായ മനോഭാവം പുലർത്തുന്നതിനെയും ദൈവം അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താ കൊലയ്ക്ക് ഹേതുവായ മനോഭാവം എന്ന് പറയുന്നത്? വെറുപ്പ്, വിദ്വേഷം, പക, ദേഷ്യം. അതാണ് കൊലയിലേക്ക് നയിക്കുന്നത്. ശമൂവേലിന്റെ പുസ്തകം നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. സമയം ലാഭിക്കാനായിട്ട് ഞാൻ ആ ഭാഗം ഇപ്പോൾ എടുത്ത് വായിക്കുന്നില്ല. ശമൂവേലിന്റെ പുസ്തകത്തിലെ കുറെ വാക്യങ്ങൾ, 1 ശമൂവേൽ 18-ാം അധ്യായത്തിലെ കുറെ വാക്യങ്ങൾ തെറ്റായ കോപം എന്നുള്ള ഹെഡിങ്ങിന്റെ കീഴിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നാം ഇവിടുത്തെ സന്ദർഭം ഇതാണ്. ശൗൽ 1000-ത്തെ, ദാവീദോ 10,000-ത്തെ കൊന്നുവെന്ന് ഇസ്രായേലിലെ സ്ത്രീകൾ പാടിയപ്പോൾ അത് കേട്ടപ്പോൾ ശൗലിന് കോപം വന്നു. ശൗലിന് മനപ്രയാസമായി, ശൗലിന് അസൂയയായി. ഈ ബാലന് ഇത്രയധികം കൊടുക്കുകയും എനിക്ക് അല്പം തരികയും ചെയ്തല്ലോ എന്നവൻ ചിന്തിച്ചു. നിങ്ങൾ ആ വാക്യങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. അവൻ അസൂയ തോന്നി, അവന് കോപം ജ്വലിച്ചു. പിന്നെ നമ്മൾ വായിക്കുന്നത്, അവൻ ആശങ്കിതനായി തീർന്നു, അവൻ ഭയപ്പെട്ടു. താഴോട്ട് വരുമ്പോൾ ഒടുവിൽ പറയാണ്, ദാവീദിനെ കൊല ചെയ്യണം, അല്ലെങ്കിൽ കൊന്നുകളയണമെന്ന് ശൗൽ തീരുമാനിച്ചു. അപ്പോൾ ആ കൊലപാതകം എവിടെ ആരംഭിച്ചത്? ഒരു ദിവസം പെട്ടെന്ന് ദാവീദിനെ കൊല്ലണമെന്ന് പറയല്ല. ഈ പാട്ട് കേട്ടപ്പോഴാണ് തുടങ്ങിയത്. എന്നേക്കാൾ അധികം മാനം ഇവന് കൊടുക്കുന്നല്ലോ. ആ പാട്ട് ചെവിയിൽ വന്ന് അലച്ചപ്പോൾ മനപ്രയാസം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് അസൂയയായി രൂപപ്പെട്ടു. എന്നിട്ടത് ഭയമായിട്ട് രൂപപ്പെട്ടു. പിന്നെ അത് കൂടുതൽ ഭയമായി, ആശങ്കിതനായി. അത് ഡെവലപ്പ് ചെയ്ത് ഒടുവിൽ അവനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ആ കൊല തുടങ്ങിയത് എവിടെയാ? കൊല തുടങ്ങിയത് ആ പാട്ട് കേട്ട നിമിഷത്തിലാണ്. ഞാൻ പ്രായോഗികമായിട്ടൊരു കാര്യം ഇവിടെ ഒന്ന് പറയട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മളും മനുഷ്യരായതുകൊണ്ട്, വിശ്വാസികളൊക്കെ ആണെങ്കിലും, നമുക്കും ചിലപ്പോ ചിലരോട് ദേഷ്യം തോന്നിയെന്ന് വരാം, ചിലപ്പോ അസൂയ വന്നെന്ന് വരാം. എന്നേക്കാൾ അധികം വേറൊരാൾ മാനിക്കപ്പെടുന്ന കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു പ്രയാസം വന്നെന്ന് വരാം. അത് അസ്വാഭാവികമല്ല, അത് സ്വാഭാവികമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശൗൽ ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ശൗൽ ദൈവത്തോട് പറയണമായിരുന്നു, ദൈവമേ, എൻ്റെ മനസ്സിൽ അല്പം ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട്, എന്നാലും ഈ ബാലനെ അയച്ചുകൊണ്ട് സ്തോത്രം. ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഗോലിയാത്ത് എൻ്റെ തലയുമായിട്ട് വീട്ടിൽ പോയേനെ. അതുകൊണ്ട് എനിക്കല്പം മനപ്രയാസമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും സാരമില്ല, ഈ ബാലനെ അയച്ച് ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം എന്ന് ശൗൽ പറഞ്ഞിരുന്നെങ്കിൽ പുറകെയുള്ള ചരിത്രം മുഴുവൻ വ്യത്യസ്തമാകുമായിരുന്നു. എന്നാൽ ശൗൽ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ആ ബന്ധത്തിൽ പറയട്ടെ,
നമ്മൾ മനുഷ്യരായതുകൊണ്ടും ഈ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ടും ചിലപ്പോൾ ചിലരോടൊരു അസൂയ നമ്മുടെ മനസ്സിൽ വന്നെന്ന് വരാം. അങ്ങനെ വന്നാൽ ഉടനെ അത് ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം, ഹൃദയത്തിന് പ്രയാസമുള്ളവർക്ക് സോർബിറ്റാറ്റെന്നോ മറ്റോ പറഞ്ഞൊരു മരുന്ന് എപ്പോഴും കയ്യിൽ കരുതണം. എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ ഉടനെ നാക്കിനടിയിൽ ഇടണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും അസൂയോ പ്രയാസമോ തോന്നിയാൽ അത് എൻ്റർടൈൻ ചെയ്യരുത്, അതിനെ പോഷിപ്പിക്കരുത്, അതിനെ എൻകറേജ് ചെയ്യരുത്. ചെയ്താൽ എന്ത് പറ്റും? ചെയ്താൽ അത് കൂടുതൽ വൈരമായിട്ട് വളരും. അപ്പോൾ ആരോടെങ്കിലും അങ്ങനെ അസൂയോ പ്രയാസമോ തോന്നിയാൽ ഉടനെ ഈ മരുന്ന് നാക്കിൻ്റെ അടിയിൽ ഇട്ടോണം. എന്ന് പറഞ്ഞാൽ എന്താ? ഉടനെ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഈ സഹോദരന് നീ കൊടുത്തിട്ടുള്ള കഴിവാണല്ലോ, എനിക്ക് കഴിവ് തന്നിട്ടുള്ള പോലെ, എനിക്ക് ശുശ്രൂഷ തന്നിട്ടുള്ള പോലെ നീ ഓരോരുത്തർക്ക് പല ശുശ്രൂഷകൾ കൊടുത്തിട്ടുണ്ട്, അത് സഹോദരന് ഉപയോഗിക്കുന്നതേ ഉള്ളല്ലോ, അതിൽ ഞാൻ പ്രയാസപ്പെടേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം കർത്താവേ, തെറ്റായ ചിന്ത വന്ന് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് മരുന്ന് വായിലിട്ടാൽ പിന്നെ ആ സഹോദരനുമായിട്ട് പിണങ്ങേണ്ട ആവശ്യം വരികയില്ല. ശൗൽ എന്തുകൊണ്ടാണ് ദാവീദിനെ കൊല്ലാൻ തീരുമാനിച്ചത്? പൊടുന്നനവെ തീരുമാനിക്കുകയായിരുന്നില്ല. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം അതാണ്. കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് ദി ആക്ട് ഓഫ് മർഡർ. The law does not prohibit just the act of murder, but the law prohibits the spirit that leads to murder. Jealousy and hatred and wrong feelings and bitterness that lead to murder should be dealt with. അതാണ് കർത്താവ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. എന്നിട്ട് അത് വിശദീകരിച്ച് പറയുകയാണ്, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ മൂഢ എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കും, അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇവിടെ മൂഢ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക്, നിസ്സാര, മൂഢ എന്നൊക്കെയുള്ള വാക്ക് കോപത്തിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, കയ്പിൽ നിന്ന് ഉണ്ടാകുന്ന പദങ്ങളാണ്. നിയന്ത്രിക്കാൻ ഒക്കാത്ത അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വിഷമമായ കോപം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനമായി ഉണ്ടാകുന്ന വാക്കുകളാണ്. ഇവിടെ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന മൂഢ എന്നുള്ള ആ വാക്കാണ് സംഖ്യാപുസ്തകം 20:10 മോശ ഇസ്രായേൽ മക്കളോട് ഉപയോഗിച്ചത്. ഇതിൻ്റെ ബഹുവചന രൂപമാണ് മോശ ഉപയോഗിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. മോശ അതിന് ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ ഉപയോഗിക്കത്തക്കവണ്ണം ഹൃദയത്തിൽ പിണക്കവും ദേഷ്യവും വൈരവും വരുന്നു. പ്രിയ വിശ്വാസികളെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എത്രയോ വിശ്വാസികളുടെ ഹൃദയത്തിലാണ് മറ്റുള്ളവരോട് പിണക്കവും വിദ്വേഷവും ഇഷ്ടക്കേടും കയ്പും വെച്ചുകൊണ്ട് നാളുകൾ എന്ന് പറഞ്ഞാൽ പോരാ, വർഷങ്ങൾ ജീവിക്കുന്നത്. എത്രയോ തെറ്റായ ഒരു കാര്യമാണത്. കൊല ചെയ്യരുതെന്ന് മാത്രമല്ല, കൊലയ്ക്ക് ഹേതുവായ യാതൊരു വൈരവും വെറുപ്പും ഹൃദയത്തിൽ എന്റർടൈൻ ചെയ്യരുത് എന്നാണ് കർത്താവോട് പഠിപ്പിക്കുന്നത്. നമ്മുടെ ആരുടെയെങ്കിലും അങ്ങനെ മനസ്സിൽ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ ഉടനെ ദൈവസന്നിധിയിൽ ആ ചിന്ത കൊണ്ടുചെന്ന് അത് സെറ്റിൽ ചെയ്യുകയും ഏറ്റുപറയുകയും ചെയ്യണം. കൃപയ്ക്കായിട്ട് യാചിക്കണം. We should never maintain a bitter attitude towards anyone. If at all such thoughts come into our mind, immediately go to God, confess it, pray about it, and settle it before God. ദൈവസന്നിധിയിൽ ആ കാര്യം ഉടനടി സെറ്റിൽ ചെയ്യണം. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്, യഹൂദന്മാര് ഇതിനെ കണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ, സംഖ്യാപുസ്തകം 35:30 നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ആരെങ്കിലും ഒരുത്തനെ കൊന്നാൽ കൊലപാതകൻ സാക്ഷികളുടെ വാമൊഴി പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഒരു മനുഷ്യന്റെ നേരെ മരണശിക്ഷയ്ക്ക് ഏകസാക്ഷിയുടെ മൊഴി മതിയാകുന്നതല്ല. ഇവിടെ സംഖ്യാപുസ്തകത്തിൽ ശിക്ഷയുടെ കാര്യം പറയുന്നു. കൊലപാതകത്തിന് ശിക്ഷയുണ്ട്. ഇവിടെ യഹൂദന്മാർ ഇതിനെ എഴുതിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ?
ന്യായാധിപന്മാർ ശിക്ഷിക്കും എന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച്, മൂഢ എന്ന് പറഞ്ഞാലോ കോടതിയിലെ ജഡ്ജ് ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, പിന്നെ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മൂഢ എന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. ലോകപ്രകാരം, ലോകത്തിലെ നിയമപ്രകാരം കോടതിയുടെ മുമ്പിൽ ശിക്ഷയുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ കർത്താവ് ഇവിടെ അവരെ ഓർപ്പിക്കുന്നത് ലോകപ്രകാരമുള്ള ശിക്ഷയുണ്ടെന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ അതിന് ശിക്ഷയുണ്ട്. ഈ മനോഭാവങ്ങൾ പുലർത്തി അതിന്റെ ഫലമായി അത് കൊലപാതകത്തിലേക്ക് നയിച്ചാൽ ന്യായാധിപൻ ശിക്ഷിക്കുമെന്ന് മാത്രമല്ല, ദൈവശിക്ഷയുണ്ട്, അഗ്നി നരകത്തിന് യോഗ്യനാകും. ആ കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ഒരാവശ്യമാണ്. മാത്രമല്ല, തിരുവെഴുത്തിൽ നാം വായിക്കുന്ന നമുക്കറിയാവുന്ന ചില വാക്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കണമെന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നത് അസാധ്യമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3:15 സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണെന്ന് എഴുതിയിട്ടുണ്ട്. എത്രയോ ശക്തമായ നിലയിലാണ് ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. സഹോദരനെ പകയ്ക്കുന്നത് പാപമാണ്, ശരിയല്ല എന്ന് മാത്രമല്ല, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. ആ പേരാർക്കെങ്കിലും വേണോ? കൊലപാതകൻ എന്നുള്ള പേരാർക്കെങ്കിലും വേണോ? ഞാന് രസകരമായ പക്ഷേ ഗൗരവമായ ഒരു സംഭവം ഉണ്ടായത് ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് യോഗത്തിനായിട്ട് പോയി. ആ സ്ഥലത്തെ ഒരു സഭയിൽ വലിയ വഴക്ക് ആ ദിവസങ്ങൾ നടക്കുകയാണ്. ഇത് പറയുന്നത് ക്ഷമിക്കണം, ഒരു കാര്യം തെളിയിക്കാനായിട്ട് പറയുകയാണ്. വളരെ വലിയ വഴക്ക് ഇതിനകം പല ദിവസം അവിടെ സഭയിൽ നടന്നു കഴിഞ്ഞു. അത് സഭയിലെ പിള്ളേരും എല്ലാവരും കാണുന്നതാണ്. വഴക്കുണ്ടാക്കുന്ന പിള്ളേരും കാണുമെന്നുള്ളത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആ ദിവസങ്ങളിൽ ആ സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു ഭവന യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാനായിട്ട് ആവശ്യം വന്നു. അപ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നിന്നാണ് ഞാൻ പ്രസംഗിച്ചത്. അപ്പോൾ ഈ വാക്യത്തെ അധികരിച്ചും പ്രസംഗിച്ചു. സഹോദരനോട് കോപിക്കുന്നവൻ അല്ലെങ്കിൽ സഹോദരനെ പഴിക്കുന്നവൻ കൊലപാതകനാണ് എന്നുള്ള കാര്യവും അവിടെ പറഞ്ഞു. ഇംഗ്ലീഷ് പറയുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് കാറേ കയറുകയാണ്. എന്നെ കൊണ്ടുപോകുന്ന സഹോദരനും ഭാര്യയും 2 ആൺപിള്ളേരും ഉണ്ട്. കൊച്ചു പിള്ളേരാ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ. അപ്പോൾ ഈ കാറേ കയറുന്ന വഴിക്ക് ഇന്നസെന്റ് ആയിട്ടുള്ള, നിഷ്കളങ്കനായിട്ടുള്ള ഈ കൊച്ചു ഉറക്കെ പറയുകയാണ് അപ്പനോട്, സോ ഡാഡ് യു ആർ ഓൾ മർഡറേഴ്സ്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കൊച്ചിന്റെ നിഷ്കളങ്കത്വം ഉണ്ടായ സംഭവമാണ്, ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ കൊച്ചു കുറച്ചു നാളായിട്ട് അവിടെ വഴക്ക് കാണുന്നുണ്ട്. അപ്പൊ അവന് മനസ്സിലായി ഇവർ തമ്മിൽ പകയാണെന്ന്. ഇന്ന് അങ്കിള് പ്രസംഗിക്കുകയും ചെയ്തു, എന്താ? കോപിക്കുന്നവനെല്ലാം വഴക്കുണ്ടാക്കുന്നവൻ കൊലപാതകനാണെന്ന്. അപ്പൊ ഈ കൊച്ചു ചോദിക്കുക, അപ്പൊ ഡാഡി നിങ്ങളെല്ലാം കൊലപാതകന്മാരാ അല്ലേ എന്ന്. പിള്ളേരേത് ചോദിക്കും, നമ്മൾ അന്യോന്യം ഈ വാക്ക് പറയുകയല്ലോ. ഇത് പിള്ളേർക്ക് ഒന്നും അറിയാൻ മേല, കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ കൊച്ചു പറഞ്ഞതാണ്. അത് എത്രയോ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ എന്താ ഓർപ്പിക്കുന്നത്? കുല എന്നുള്ള പ്രവൃത്തി മാത്രമല്ല, കുലയ്ക്ക് ഹേതുവായ ചിന്ത, അതിന്റെ പിന്നിലുള്ള വികാരം, അതിനെ നിയന്ത്രിക്കണം. അതും ദൈവസന്നിധിയിൽ തെറ്റാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ ഗൗരവമായിട്ട് ഈ കാര്യം എടുക്കുവാൻ നമുക്കും ആവശ്യമുണ്ട്. വളരെ ഗൗരവമായിട്ട് ഈ കാര്യം എടുക്കുവാൻ നമുക്കും ആവശ്യമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്, അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം പോകുമ്പോൾ, കോപം പാപമാണെങ്കിൽ കോപം വെച്ചുകൊണ്ട് ആരാധിക്കുന്നതും പാപമാണ് എന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. കോപത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. തെറ്റായ കോപത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ദൈവം കോപിക്കുന്നുവെന്ന് തിരുവെഴുത്തിലുണ്ട്. അപ്പൊ കോപം തെറ്റാണെങ്കിൽ ദൈവം കോപിക്കുന്നതും തെറ്റല്ലേ? കോപം അതിൽ തന്നെ തെറ്റല്ല. തെറ്റായ കോപത്തെയാണ് പാടില്ല എന്നിവിടെ പറയുന്നത്. എന്താ കോപം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് എന്തിനെങ്കിലും ദോഷം വരുന്ന എന്തെങ്കിലും കാണുമ്പോൾ അതിനോട് ഞാൻ പ്രതികരിക്കുന്നതാണ് കോപമെന്ന് പറയുന്നത്. ശരിയായ കോപം. തെറ്റായ കോപം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അകത്തെ, എൻ്റെ സ്വയത്തെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അതിനോടുള്ള എൻ്റെ പ്രതികരണമാണ് തെറ്റായ കോപം.
ശരിയായ കോപം എന്താ? ഞാൻ സ്നേഹിക്കുന്ന വിലപ്പെട്ട ഏതെങ്കിലും ദോഷകരമായ എന്തെങ്കിലും ഭവിക്കുന്നത് കാണുമ്പോൾ അതിനോടുള്ള എൻ്റെ പ്രതികരണം. ഇപ്പോൾ തെറ്റായ കോപം എന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ കളിയാക്കി, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞു, എൻ്റെ അഹം, എൻ്റെ ഈഗോ ഹേർട്ടായി, അതിനോട് ഞാൻ പ്രതികരിക്കുകയാണ്. അതാണ് തെറ്റായ കോപം. റോങ് കൈൻഡ് ഓഫ് ആങ്കർ ഈസ് അവർ റിയാക്ഷൻ ടുവേർഡ്സ് ദാറ്റ് വിച്ച് ഹേർട്സ് അവർ ഈഗോ. ദാറ്റ് ഈസ് ദ റോങ് കൈൻഡ് ഓഫ് ആങ്കർ. എന്നാൽ ശരിയായ കോപം എന്ന് പറയുന്നത് ഐ റിയാക്ട് ടുവേർഡ്സ് സംതിങ് ദാറ്റ് ഹേർട്സ് ദി ഓബ്ജക്റ്റ് ഓഫ് മൈ ലവ്. ഉദാഹരണമായിട്ട് നമ്മുടെ മക്കള് നമ്മുടെ കൊച്ച് കത്തി എടുത്ത് കളിക്കുക എന്ന് വിചാരിക്കുക. ഒന്നൊരു പ്രാവശ്യം പറഞ്ഞു, മോനെ കത്തി താഴെ വെക്കുക, അത് അപകടമാണ്. എന്നിട്ട് കൊച്ചു കേൾക്കുന്നില്ല. നമ്മൾ ദേഷ്യപ്പെട്ടു. ആ ദേഷ്യം തെറ്റല്ല. ആ ദേഷ്യം എൻ്റെ അഹങ്കാരത്തിൽ നിന്നോ എൻ്റെ ഈഗോയിൽ നിന്നോ വന്നതല്ല. കുഞ്ഞിന് ദോഷം വരുമെന്നുള്ള അതിനോടുള്ള എൻ്റെ പ്രതികരണമാണ്. ആ ദേഷ്യം ശരിയാണ്. അതിനെ റൈച്ചസ് ഇൻഡിഗ്നേഷൻ, നീതിയുള്ള കോപമെന്നാണ് വേദപുസ്തക ഭാഷയിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഏറ്റവും നല്ല മാതൃക കർത്താവ് തന്നെയാണ്. കർത്താവിനെ അടിച്ചപ്പോഴും തുപ്പിയപ്പോഴും ഒന്നും കർത്താവ് കോപിച്ചില്ല. പിന്നെ എപ്പോഴാ കോപിച്ചത്? ദൈവത്തിന്റെ ആലയത്തെ, പ്രാർത്ഥനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങൾ തീർത്തു എന്ന് പറഞ്ഞ് കർത്താവ് കോപിച്ചു. മതത്തെ അല്ലെങ്കിൽ ഭക്തിയെ കച്ചവടമാക്കി അന്നത്തെ ആളുകൾ മാറ്റി. അതിനെതിരെ കർത്താവ് ചാട്ടയെടുത്ത് ആളുകളെ ഓടിച്ചു, പീഠങ്ങളെ മറിച്ചിട്ടു. കർത്താവ് ചിരിച്ചോണ്ടാണോ അത് ചെയ്തേ? ആണോ? അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നേ? കർത്താവ് ഈ ചാട്ടയെടുത്ത് എല്ലാത്തിനും ഓടിച്ചപ്പോ ചിരിച്ചോണ്ടായിരുന്നോ ചെയ്തേ? ചിരിച്ചോണ്ടല്ല ചെയ്തേ, ദേഷ്യപ്പെട്ടാ ചെയ്തേ, അല്ലേ? ആ ദേഷ്യം ശരിയായ ദേഷ്യമാണ്. പക്ഷേ കർത്താവിന്റെ കന്നത്തടിച്ചപ്പോൾ ദേഷ്യപ്പെട്ടില്ല. ഇതാണ് ഈ ദേഷ്യങ്ങൾ തമ്മിലുള്ള, കോപം തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന്റെ നാമത്തിന് അപമാനം വരുന്നതിനോട് ഞാൻ പ്രതികരിക്കുകയാണ്. ദൈവജനത്തിന്റെ ദോഷത്തോട് ഞാൻ പ്രതികരിക്കുകയാണ്. അത് ദൈവീകമായ കോപമാണ്. എന്നാൽ വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അഹത്തിന് മുറിവേൽക്കുക, സ്വയത്തിന് മുറിവേൽക്കുക, അതിനോട് പ്രതികരിക്കുന്നത് തെറ്റായ കോപമാണ്. അപ്പോൾ ഇവിടെ കോപം എന്നൊക്കെ പറയുന്നത് തെറ്റായ കോപത്തിന്റെ കാര്യമാണ് എന്ന് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ആകട്ടെ, 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അധികം വിശദീകരിക്കാതെ പറയട്ടെ, വ്യക്തിബന്ധങ്ങളും ആരാധനയും അല്ലെങ്കിൽ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതുമായുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ പ്രമാണം എന്താ? കോപം പാപമാണെങ്കിൽ കോപം വെച്ചുകൊണ്ട് ആരാധിക്കുന്നതും പാപമാണ്. അങ്ങനെയുള്ള ആരാധന ദൈവം അംഗീകരിക്കുകയില്ല. ആ ആരാധനയ്ക്കുള്ള മുൻ ഉപാധി ഹൃദയം ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ എത്രയും വേഗത്തിൽ അത് സെറ്റിൽ ചെയ്യണം. നിങ്ങളെ ഭാഗം വായിച്ചു നോക്കിയാൽ മതി. തിടുക്കത്തിൽ നീ അത് സെറ്റിൽ ചെയ്യണം. ഇങ്ങനെയുള്ള പാപങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നത് ദൈവം ഒരിക്കലും അംഗീകരിക്കുകയില്ല. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയായ ഹൃദയനിലയോടെ അല്ലാതെ, വേദപുസ്തക ഭാഷയിൽ അയോഗ്യമായി കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും. കർത്തൃമേശ അല്ല ആരാധന. കർത്തൃമേശ ആചരിക്കുമ്പോൾ നാം ആരാധിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ കേവലം കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന മാത്രമല്ല, ദൈവസന്നിധിയിൽ വന്ന് നാം ചെയ്യുന്ന ഏത് ശുശ്രൂഷയും, ദൈവമുൻപാകെ കഴിക്കുന്ന പ്രാർത്ഥനയാകട്ടെ, ആരാധനയാകട്ടെ, ഏതും ശുദ്ധ ഹൃദയത്തോടെ വേണം നാം ചെയ്യുവാൻ. എൻ്റെ സഹോദരന്മാരെ, എത്രയോ വീഴ്ചയാണ് ദൈവമക്കൾക്ക് ഈ കാര്യത്തിൽ വരുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ പിണക്കത്തോടുകൂടെ, വിദ്വേഷത്തോടുകൂടെ, പകയോടുകൂടെ, വെറുപ്പോടുകൂടെ കർത്തൃമേശയിലേക്ക് കൈനീട്ടുന്ന അല്ലെങ്കിൽ ദൈവശുശ്രൂഷയിൽ ഏർപ്പെടുന്ന എത്രയോ പേരുണ്ട്. എത്ര ഭയാനകമായ ഒരു കാര്യമാണ്. അവിടെ ഒരു കാര്യം 1 കൊരിന്ത്യർ 11 പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങളിൽ ചിലർ ബലഹീനർ, രോഗികൾ, ചിലര് നിദ്ര കൊള്ളുന്നു. ഈ പ്രമാണം ഇന്ന് ബാധകമാണോ? അയോഗ്യമായി കർത്തൃമേശയിൽ പങ്കെടുത്താൽ ചിലർ മരിക്കുമെന്നുള്ള പ്രമാണം ഇന്ന് ബാധകമാണോ? ബാധകമല്ലെന്ന് വിചാരിക്കാൻ തിരുവെഴുത്തിൽ ഒരു വാക്യവുമില്ല. അന്ന് പുതിയ നിയമകാലത്താണ്. കൊരിന്ത്യയിൽ ബാധകമായിരുന്നെങ്കിൽ
കല്ലിശ്ശേരിയിലും കോട്ടയത്തും കുമ്പനാട്ടും ബോംബെയിലും എല്ലായിടത്തും ബാധകമാണ്. ചില ആളുകൾ മരിക്കുന്നത് ഇതുകൊണ്ടാണോ? ആരെയും വിധിക്കാൻ നമുക്ക് ആവശ്യമില്ല. വല്ലവരൊക്കെ മരിക്കുമ്പോൾ ഇതുകൊണ്ടാണെന്നും ആരും പറഞ്ഞു കളയല്ല. ഇത് അവരവർ ചിന്തിക്കാൻ ഞാൻ പറയുകയാണ്. ബാക്കിയുള്ളവരെ നമുക്ക് വിധിക്കണ്ട. പ്രിയപ്പെട്ടവരെ, അയോഗ്യമായ നിലയിൽ ജീവിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുകയും ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുക്കുകയും പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 15 പറഞ്ഞിരിക്കുന്ന പോലെ അപ്പവീഞ്ഞുകളിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നത് പല രോഗങ്ങൾ വരുവാൻ കാരണമാകും. ഇന്ന് നമുക്ക് വരുന്ന ഏതെങ്കിലും രോഗം അതുകൊണ്ടാണോ വരുന്നത്? അതിനുള്ള സാധ്യതയില്ലേ? ഇന്ന് ചിലർ മരിക്കുന്നത് അതുകൊണ്ടാകാൻ പാടില്ലേ? നമുക്ക് മറ്റുള്ളവരെ ആരും വിധിക്കണ്ട, ഇന്നാരുടെ കാര്യമാണെന്നൊന്നും പറയണ്ട. പക്ഷേ തിരുവെഴുത്തിലെ ഈ പ്രമാണം ഞാൻ വിശ്വസിക്കുന്നു അന്നെന്ന പോലെ ഇന്നും ബാധകമാണ്. ഈ തിരുവെഴുത്തിന് മാറ്റം വന്നിട്ടില്ല. Taking part unworthily from the table or getting involved in any sort of spiritual activity with a wrong attitude, with a sinful heart, is punishable before God now as it was then. അന്നത്തെ പോലെ ഇന്നും അത് ബാധകമാണ്. ഒരു കാര്യം ഇവിടെ ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്നത് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ, നിനക്ക് വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ എന്നല്ല, എനിക്ക് ആരോടും ഒന്നുമില്ല, അങ്ങനെയല്ല. നിനക്ക് നേരെ വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ, മറ്റേയാൾക്കുണ്ടെന്ന് ഓർമ്മ വന്നാൽ, അത് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിച്ചിട്ട് വേണം യാഗപീഠത്തിൽ വരുവാനെന്നാണ് കർത്താവ് പറഞ്ഞത്. എനിക്കുണ്ടോ എന്നുള്ളതല്ല, മറ്റേയാൾക്കുണ്ടെന്ന് അറിയാമെങ്കിൽ, കഴിഞ്ഞ ദിവസം റോമാലേഖനത്തിൽ ഓർപ്പിച്ചതുപോലെ, ആസ് ഫാർ ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു, ഇഫ് പോസിബിൾ ലിവ് പീസബിളി വിത്ത് ഓൾ മെൻ. നിന്നാൽ ആവോളം അത് പരിഹരിക്കാനുള്ളതെല്ലാം നീ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ചിലപ്പോൾ പ്രശ്നം പരിഹരിച്ചില്ലെന്ന് വരാം. അത് സാരമില്ല, അത് ദൈവം നോക്കിക്കോളും. എന്നാൽ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, എനിക്കുണ്ടോ എന്നുള്ളതല്ല, എന്നോടുണ്ടെന്ന് ഓർമ്മ വന്നാലെന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് വഴിപാട് കഴിക്കണ്ട എന്നല്ല പറഞ്ഞത്. നമ്മുടെ ഇടയിലൊക്കെ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കുക. ഇന്ന് ഞാൻ അപ്പം മുറിക്കുന്നില്ല, അതിന് വചനത്തിൽ വകുപ്പുണ്ടോ? മാറി നിൽക്കാൻ എവിടാ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നിന്ന് വേണമെങ്കിൽ മാറി നിൽക്കാമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താ കർത്താവ് പറഞ്ഞത്? സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നീ അന്ന് യാഗപീഠത്തിൽ പോകണ്ട എന്നാണ് പറഞ്ഞത്. അല്ല, നീ ചെന്ന് നിരന്നിട്ട് പിന്നെ വന്ന് വഴിപാട് കഴിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ വഴിപാട് കഴിക്കാതിരിക്കാൻ മാൻഡേറ്റ് ഇല്ല, പ്രമാണമില്ല. ഇനി 1 കൊരിന്ത്യർ 11 ഓർത്തെ, ഇംഗ്ലീഷിൽ നിങ്ങൾ ആ വാക്യം വായിച്ചാൽ, ലെറ്റ് എ മാൻ എക്സാമിൻ ഹിംസെൽഫ് ആൻഡ് സോ ലെറ്റ് ഹിം ടേക്ക് പാർട്ട്. ഒരുവൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കാനെന്നല്ല വാക്യം. പിന്നെന്താ വാക്യം? തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ പങ്കെടുക്കാനെന്നാ. അപ്പൊ മാറി നിൽക്കാനുള്ള വകുപ്പ് എവിടെയാ? മാറി നിൽക്കാൻ വകുപ്പില്ല. ദൈവമക്കൾ കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കാൻ വകുപ്പില്ല. പിന്നെ എന്തിനാ വകുപ്പുള്ളത്? അങ്ങനെ അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വന്ന് പങ്കെടുക്കണമെന്നാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, 1 കൊരിന്ത്യർ 15 പറഞ്ഞിരിക്കുന്നത്. നമ്മളത് സ്വല്പം വ്യത്യാസപ്പെടുത്തി. എന്താ? എനിക്ക് സഹോദരനുമായിട്ടൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് മാറി നിൽക്കുക. അതിന് വചനം എവിടെയാ? മാറി നിൽക്കാൻ എവിടെ അനുവാദമുള്ളത്? അപ്പൊ നിനക്ക് സഹോദരനുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ നീ പോയി അത് പരിഹരിച്ചിട്ട് വന്ന് പങ്കെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് പരിഹരിക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ മാറി നിൽക്കുന്നതാണ് നല്ലത്. അത് കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നതല്ല. നിനക്ക് മനസ്സില്ലേ മാറിയിരുന്നു എന്ന് പറയുന്നില്ല. നീ മനസ്സ് വെച്ചത് പരിഹരിക്കണമെന്നാണ് വചനം പറയുന്നത്, എന്നിട്ട് പങ്കെടുക്കണമെന്നാ പറയുന്നത്. വല്ലതും ഓർമ്മ വന്നാൽ നീ ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്ക. ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ അന്ന് വഴിപാട് കഴിക്കണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വഴിപാട് കഴിക്കണം, പക്ഷേ അതിനു മുമ്പ് നിരക്കണം. അപ്പൊ നിരക്കാൻ മനസ്സില്ലാത്തവരാണ്, അല്ലെങ്കിൽ നിരക്കാൻ എന്തെങ്കിലും ചെയ്യാത്തവരാണ് വഴിപാട് കഴിക്കാത്തത്.
അല്ലെങ്കിൽ കർത്തൃമേശയിൽ പങ്കെടുക്കാത്തത്, നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? കോപം പാപമാണെങ്കിൽ, if anger is sin, worshipping or trying to worship with an attitude of anger also is sin. കോപം പാപമാണെങ്കിൽ പാപം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്, യാഗം കഴിക്കുന്നത്, വഴിപാട് കഴിക്കുന്നത്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത്, ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് തെറ്റാണ്. അടുത്തതായിട്ട് അതിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു വിഷയം പറയുകയാണ്. അപ്പോൾ ആദ്യം നാം പറഞ്ഞത് കൊലപാതകം, കോപം, ആ കാര്യങ്ങൾ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. അത് വ്യഭിചാരം എന്നുള്ള വിഷയമാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ന്യായപ്രമാണത്തിലുമുള്ളൊരു കാര്യമാണ്. എന്നാൽ അവര് അതിനെ വ്യഭിചാരം എന്ന പ്രവൃത്തിയായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതാണ് കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നത്. So here the prohibition is not just for the act of adultery, but that which leads to adultery. ഈ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? അത് മോഹമാണ്, തെറ്റായ നോട്ടമാണ്, തെറ്റായ ചിന്തയാണ്. അതുകൊണ്ടാണ് 5:28 കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനല്ല, ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. ഇവിടെ നോക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് കാണുന്ന കാര്യമല്ല. നോക്കുക എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടെ മനഃപൂർവ്വം നോക്കുന്ന കാര്യമാണ്. നോക്കുക എന്നുള്ള വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അതാ. ഞാന് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ടു എന്നുള്ളതല്ല, കണ്ടാൽ വ്യഭിചാരം ചെയ്യുന്നതല്ല പറയുന്നത്. നോക്കുന്നവൻ, യു ലുക്ക് അറ്റ് ഹർ വിത്ത് എ റോങ് ഇന്റൻഷൻ, തെറ്റായ ഉദ്ദേശത്തോടുകൂടെ നോക്കുക. ഞാനൊരു വാക്ക് ഇവിടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളെ അങ്ങനെ യോഗത്തിന് വരുമ്പോഴോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ സ്ത്രീകളെ അങ്ങനെ നോക്കിയില്ലെന്ന് വരാം. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കൊച്ചു ഫോണുണ്ടല്ലോ, ഈ ഫോണ്, നമ്മുടെ വീട്ടിലും ബെഡ്റൂമിലും ഒക്കെ ഇരിക്കുന്ന TV, ഇതിനകത്തൊക്കെ വന്നുകൂടിയിരിക്കുന്ന അശുദ്ധികൾ, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ. എത്രയോ ആളുകളാണ് അത് നോക്കുക മാത്രമല്ല മണിക്കൂറുകൾ അത് നോക്കിയിരിക്കുന്നത്. തെറ്റായ ചിന്ത മനസ്സിൽ വരാതെ അങ്ങനെ നോക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തെറ്റായ ചിന്തകൾ എന്റർടൈൻ ചെയ്യാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നേരം കണ്ടിരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെല്ലാവരും ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. ഇയ്യോബ് 31:1 വേദപുസ്തകം ഇല്ലാതിരുന്ന കാലത്ത്, വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന ലഭിക്കാതിരുന്ന കാലത്ത് ഇയ്യോബിന്റെ മനസാക്ഷിയിൽ ദൈവം അവനോട് വെളിച്ചം കൊടുത്തിരുന്നു. ഇയ്യോബ് പറയാണ്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ. ആ നോക്കുക എന്ന് പറയുന്ന ഈ നോട്ടമാ, ചുമ്മാ ഒരു പെൺകുട്ടിയെ കാണുന്ന കാര്യമല്ല, തെറ്റായ ഉദ്ദേശത്തോടുകൂടെ നോക്കുന്നത് എങ്ങനെ. ജോൺ മക്കാർദർ എന്ന് പറയുന്ന പ്രസിദ്ധനായ വേദപണ്ഡിതനോട്, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഒരു ചോദ്യം ചോദിച്ചു. ആരോ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: ഒരു യുവാവ് ഒരു യുവതിയെ ചുംബിക്കുന്നത് ശരിയാണോ? ഈസ് ഇറ്റ് റൈറ്റ് ഫോർ എ യങ് മാൻ ടു കിസ് എ യങ് ഗേൾ? നല്ലൊരു ചോദ്യം അല്ലേ? ജോൺ മക്കാർദർ അതിന് മനോഹരമായൊരു മറുപടി പറഞ്ഞു. ആ മറുപടി പറയാനാണ് ഞാൻ വരുന്നത്. എല്ലാവരും മറുപടി കേൾക്കണം, ഇത് ജീവിതത്തിൽ ഓർക്കുകയും ചെയ്യണം. ജോൺ മക്കാർദർ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എനി ടച്ച് that creates inability for the Holy Spirit to hold control is wrong. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ലാതെയുള്ള ഏത് സ്പർശനവും പാപമാണ്. എത്ര നല്ലൊരു മറുപടിയാ പറഞ്ഞത്. ചുംബിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല പറഞ്ഞത്. അത് പോട്ടെ, ആ കാര്യം പോട്ടെ, forget about kissing. Any touch outside the control of the Holy Spirit is wrong. പ്രിയപ്പെട്ടവരെ, ചുംബിക്കുക എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ലാതെ നീ നിന്റെ ശരീരത്തിലോ മറ്റൊരാളുടെ ശരീരത്തിലോ സ്പർശിക്കുന്നത് പാപമാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പാകെ വെക്കുന്ന സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡുള്ള നാം കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ അനേകം മണിക്കൂറുകൾ കാണുകയും
അത് നോക്കിയിരിക്കുകയും ചെയ്താൽ, മത്തായി 5:28 പറഞ്ഞിരിക്കുന്ന പാപം ചെയ്യുകയാണ് എന്നുള്ളതിന് ഒരു സംശയവും ആർക്കും വേണ്ട. ദൈവം നമ്മെ സഹായിക്കട്ടെ. യഹൂദന്മാരെന്താ വിചാരിച്ചേ? ഞങ്ങൾ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ, പ്രവൃത്തി ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ന്യായപ്രമാണം നിവർത്തിച്ചു. കർത്താവ് പറഞ്ഞു, പോരാ, ആ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ളതിൽ തൃപ്തിപ്പെടരുത്. ആ പ്രവൃത്തിക്ക് ഹേതുവായ മോഹമോ നോട്ടമോ നിന്നിലുണ്ടെങ്കിൽ നീ വ്യഭിചാരം ചെയ്യുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, see how the Lord explains the intent, the purpose, the inner meaning of the law. When the law said, thou shalt not commit adultery, that refers not only to the act of adultery, but that also refers to the spirit, that attitude, that thought, that look, that desire, that lust that leads to adultery. Therefore, the Lord says, not only the act, even the very attitude is sinful. പ്രവൃത്തി മാത്രമല്ല, അതിന് ഹേതുവായിരിക്കുന്ന മനോനില തെറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ രാത്രി D.L. മൂഡി പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ശത്രു D.L. മൂഡിയാണ്. D.L. മൂഡിയുടെ ഏറ്റവും വലിയ ശത്രു D.L. മൂഡി തന്നെയാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എൻ്റെ ജഡം. വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, അതാരാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുപോലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കാണുന്ന ആ ആളാണ് എൻ്റെ വിശുദ്ധ ജീവിതത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം. The person I see as I stand before the mirror, he is the greatest impediment in my life for my holy living. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും കാണുന്ന ആളുണ്ടല്ലോ, ആ ആളാണ് എൻ്റെ വിശുദ്ധ ഭക്തി ജീവിതത്തിന് ഏറ്റവും തടസ്സം ഉണ്ടാക്കുന്ന ആള്. അതിൻ്റെ എല്ലാ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ജഡം, നാം വസിക്കുന്ന ഈ ജഡം, പാപമയമായ ജഡം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോട്ടത്തെ, നമ്മുടെ മോഹത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നാം എന്ത് കാണുന്നു, എന്ത് നോക്കുന്നു, ഇതിനെയെല്ലാം വളരെ കർശനമായി നിയന്ത്രിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഫിലിപ്പ് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ പറയുന്നതിന്റെ അർത്ഥം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്നുള്ളത് കൊണ്ട്, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുകൊണ്ട് വിശുദ്ധിയായി ജീവിക്കാനുള്ള ആഗ്രഹവും, അതാണ് ഇച്ഛ എന്ന് പറയുന്നത്, അതിനുള്ള കഴിവും ദൈവം നമുക്ക് തരും. അപ്പോ ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമുക്കുള്ള ഒരു സ്പെഷ്യൽ റിസോഴ്സ്, നമുക്കുള്ള ഒരു പ്രത്യേക പദവി, ഈ ജഡം ഉണ്ട്, അത് പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്നുള്ളത് ശരിയാണെങ്കിലും, to will and to do his good pleasure, God is at work within me. That means, though I am living in this flesh, though I am persuaded to sin, I have a special help from God. God gives me the willingness to live a holy life, and he also gives me the strength. He enables me to live a holy life. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവുള്ളമുണ്ടായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, പാപജടത്തിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്യാനുള്ള സാധ്യതയും പ്രേരണയും നമുക്ക് വളരെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ നാം ദൈവമക്കളായതുകൊണ്ട് വിശുദ്ധമായി ജീവിക്കുവാനുള്ള ആഗ്രഹവും അങ്ങനെ ജീവിക്കുവാനുള്ള കഴിവും ദൈവം നമുക്ക് തരുമെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. പാപജടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആരും നിരാശപ്പെട്ടോ ഇനി ശരിയായിട്ടൊന്നും ജീവിക്കാൻ ഒക്കെയില്ല എന്നൊന്നും ആരും പറയണ്ട. അങ്ങനെ ജീവിക്കാൻ നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ തുണയ്ക്കും. അവന്റെ കൃപയാൽ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ആഗ്രഹവും അത് ചെയ്യുവാനുള്ള കഴിവും ദൈവം നമുക്ക് തരും. അങ്ങനെ നമുക്ക് വിശുദ്ധമായി ജീവിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കർത്താവ് അവിടെ പറയുന്നത്, അതിൽ അടുത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് ഇവിടെ പറഞ്ഞൊരു പ്രമാണം കൂടെ ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. 29-30 വാക്യങ്ങളിൽ പറയുകയാണ്, വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. പിന്നെ താഴെ പറയുന്നു, വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. എന്താ അതിൻ്റെ അർത്ഥം? അക്ഷരാർത്ഥത്തിൽ കൈ വെട്ടണമെന്നോ കണ്ണ് പിഴുത് കളയണമെന്നോ അല്ല. കാരണം വലങ്കൈ വെട്ടിക്കളഞ്ഞാൽ ഇടങ്കൈ കൊണ്ട് എനിക്ക് പാപം ചെയ്യാമല്ലോ, അല്ലെ? വലങ്കണ്ണ് എനിക്ക് ഇടർച്ചയാണെങ്കിൽ അതിനെ ഞാൻ പിഴുന്നെടുത്ത് കളഞ്ഞു, ഇടങ്കണ്ണുകൊണ്ട് എനിക്ക് കാണാമല്ലോ.
അപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. വലം കണ്ണെടുത്ത് കളഞ്ഞുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അക്ഷരാർത്ഥത്തിൽ കൈയും കണ്ണും പറിച്ചു കളയണമെന്നല്ല അതിന്റെ അർത്ഥം. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന സകലത്തിനോടും നീ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കണം. You should declare war against anything that leads you to sin. If it is your eye that leads you to sin, pluck it out. If it is your hand that leads you to sin, cut it off. That means you should be so earnest in your pursuit of holiness that you would rather lose your hand or your eye than commit sin. വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള നിന്റെ ആഗ്രഹം നിമിത്തം നിന്റെ കണ്ണോ കയ്യോ വെട്ടിക്കളയാൻ വരെ നീ തയ്യാറാകുക. കാരണം അത് എന്നെ പാപത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ മുറിച്ചു മാറ്റുകയല്ല, അതിനെ മരിപ്പിക്കുകയാണ് ആവശ്യമെന്നാണ് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ആ വീട്ടിൽ പോകുന്നതാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ ഇനി ഞാൻ ആ വീട്ടിൽ പോവുകയില്ലെന്ന് തീരുമാനിക്കണം. ഞാൻ ഈ പ്രോഗ്രാം TV-യിൽ കാണുന്നതാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ ഞാൻ ഇനി ഇത് കാണുകയില്ലെന്ന് തീരുമാനിക്കണം. ഞാൻ ഇത് വായിക്കുന്നതാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ, ഇത് കേൾക്കുന്നതാണ്, ഈ ആളോട് ഇടപെടുന്നതാണ്, ഈ ബന്ധമാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ ഞാൻ തയ്യാറാവുകയാ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ മുറിച്ചു കളയേണ്ട കണ്ണും കൈയും ഒക്കെ ഉണ്ട്. അത് അവരവർക്കേ അറിയാവുള്ളൂ. ഞാൻ മുറിക്കേണ്ടത് നിങ്ങൾ മുറിക്കാൻ ആവശ്യം വരത്തില്ലായിരിക്കും. നിങ്ങൾ മുറിക്കേണ്ടതല്ല ഞാൻ മുറിക്കേണ്ടത്, അവരവരുടെ ജീവിതത്തിൽ അറിയാം. Whatever leads me to sin, I must take a radical stand against it and be willing to get rid of it. എത്രയോ നല്ല, എത്രയോ ഗൗരവമേറിയ ഒരു പ്രമാണമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് വിവാഹമോചനത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകട്ടെ. ഇവിടെ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഓർപ്പിക്കട്ടെ. അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസ്യം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ടത്, മോശയുടെ ന്യായപ്രമാണത്തിൽ വിവാഹം ചെയ്യാൻ കൽപ്പനയുണ്ട് എന്നുള്ളത് പോലെയാണ് അന്നത്തെ ആളുകൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. വേണമെങ്കിൽ വിവാഹമോചനം ചെയ്തോ എന്ന് മോശ കൽപ്പന കൊടുത്തിരുന്നു എന്നുള്ളത് പോലെയാണ് അവര് സംസാരിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, കൽപ്പനയല്ല കൊടുത്തത്, പിന്നെ എന്താ? അനുവാദമാണ് കൊടുത്തത്. അത് ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിൽപ്പെട്ട കാര്യമല്ല. നിങ്ങൾ ഈ വ്യത്യാസം മത്തായി 19 വായിച്ചാൽ മനസ്സിലാകും. 19:7 അവര് ചോദിക്കുകയാണ്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചതെന്ത് എന്ന് ചോദിച്ചു. കർത്താവിന് മറുപടി പറഞ്ഞു കേട്ടോ, ഹൃദയകാഠിന്യം നിമിത്തം അത്രേ മോശ അനുവദിച്ചത്. ആ വ്യത്യാസം ഓർക്കണം. മോശ കൽപ്പിച്ചില്ല, മോശ അനുവദിച്ചേ ഉള്ളൂ. So the Jews took it to mean that Moses has commanded us to divorce. And the Lord said, no, Moses did not command you to divorce. In an extreme case, Moses gave you the permission. Moses permitted you to divorce. ഈ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിവാഹമോചനം ചെയ്യാൻ കൽപ്പന കൊടുത്തിട്ടില്ല, പിന്നെ വിവാഹമോചനത്തിന് അനുവാദം മാത്രമേ കൊടുത്തുള്ളൂ. നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു വരുന്ന പോലെ തിരുവെഴുത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ശരിയായ ഉദ്ദേശത്തിലും അർത്ഥത്തിലും അല്ലാതെ വേറെ നിലയിൽ എടുത്ത് വ്യാഖ്യാനിച്ച് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സൗകര്യം ഒരുക്കുകയാണ് അവർ ചെയ്തത്. എല്ലാവർക്കും അത് മനസ്സിലായല്ലോ? ന്യായപ്രമാണത്തെ എടുത്ത് അവർക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് സൗകര്യം പോലെ ജീവിക്കാൻ അവസരമൊരുക്കുകയാണ്. കർത്താവ് പറയുന്നത് അത് തെറ്റാണ്. ന്യായപ്രമാണം നൽകിയതിന്റെ അർത്ഥം അതല്ല, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന അതല്ല. ഇതാണ് അതിന്റെ അർത്ഥം. പ്രവൃത്തി മാത്രമല്ല, ചിന്തയും അതിലേക്ക് നയിക്കുന്ന മനോഭാവവും പ്രധാനമാണ്. കർത്താവ് ന്യായപ്രമാണത്തിന്റെ ശരിയായ ഉദ്ദേശത്തെ അവരുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. ഇനി അതിന്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കള്ളസത്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ അന്നത്തെ രീതി എന്ന് പറയുന്നത് ഏത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ സത്യം ചെയ്യും.
എന്നിട്ട് ആ സത്യം ചെയ്യലിൽ തന്നെ ചിലതിനെ ചൊല്ലി സത്യം ചെയ്താൽ കുഴപ്പമില്ല, ചിലതിനെ ചൊല്ലി സത്യം ചെയ്താൽ അത് പാലിച്ചേ പറ്റൂ എന്ന് അവര് തന്നെ ഡിസ്റ്റിങ്ഷൻ വെച്ചു. അതിനെക്കുറിച്ചാണ് കർത്താവ് അതിൻ്റെ 35-ാം വാക്യത്തിൽ 34-ൽ പറയുന്നത്. സ്വർഗത്തെ കൊണ്ടരുത് ദൈവത്തിന്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത് അത് അവന്റെ പാദപീഠം, താഴെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് മത്തായി സുവിശേഷം 23-ാം അധ്യായം, അത് മുഴുവൻ പിന്നെ ഇപ്പോൾ വായിക്കാൻ നമുക്ക് സമയമില്ല. ആ 23-ാം അധ്യായത്തിന്റെ 16 മുതൽ 22 വരെ നിങ്ങൾ നോട്ടിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. അതിന്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ അവര് പറഞ്ഞിരുന്നത് എന്താന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് വലിയ തമാശ, രസകരമാണ്. അവരെന്താ പറയുന്നത് നോക്കി. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, സാരയില്ല. മന്ദിരത്തെ ബൈ ടെമ്പിൾ ഐ സ്വെയർ എന്നൊരുത്തം പറഞ്ഞാൽ അത് സാരയില്ല. പക്ഷേ ബൈ ഗോൾഡ് ഐ സ്വെയർ എന്ന് പറഞ്ഞാൽ അത് നീ പാലിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അതിന്റെ താഴെ കർത്താവ് പറയുകയാണ്, അതിന്റെ വിശദീകരണമൊക്കെ പറയുന്നുണ്ട്. ഇന്നതിനെ ചൊല്ലി സത്യം ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ ഇന്നതിനെ ചൊല്ലി സത്യം ചെയ്താൽ അത് കുഴപ്പമാണ്. 21-ാം വാക്യം, മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിൽ ഇരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. അപ്പോ ഇവരെന്താ ചെയ്തിരുന്നത്? ചിലതിൻ്റെ പേരിൽ സത്യം ചെയ്താൽ അത് ബ്രേക്ക് ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ ചിലതിൻ്റെ പേരിൽ സത്യം ചെയ്താൽ അത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. 18-ാം വാക്യം, യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ അത് ബ്രേക്ക് ചെയ്താലും സാരമില്ല, അത് പാലിച്ചില്ലേലും സാരമില്ല. പക്ഷേ അതിന്മേലുള്ള വഴിപാടിനെ ചൊല്ലി സത്യം ചെയ്യാൻ പാടില്ല. ഇതാരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ? അവര് തന്നെ ഉണ്ടാക്കിയതാ. തിരുവെഴുത്ത് എന്താ പറയുന്നതെന്നറിയാമോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ദൈവം ന്യായപ്രമാണത്തിൽ എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞേ? ഇവരെന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞേ? ആവർത്തനം 6-ന്റെ 13-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. ആട്ടെ, ഇനി ലേവ്യ 19-ന്റെ 12 കൂടെ ഒന്ന് വായിച്ചേ. ലെവിറ്റിക്കസ് 19:12. ഫസ്റ്റ് വൺ വാസ് Deuteronomy 6:13. The second one Leviticus 19:12. എന്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. അപ്പോ കള്ളസത്യം ചെയ്യരുത്. നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അപ്പോൾ ന്യായപ്രമാണത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? കള്ളം പറയാൻ പാടില്ല. ഗൗരവമുള്ള കാര്യങ്ങൾക്ക് ദൈവനാമത്തിൽ സത്യം ചെയ്യാം, പക്ഷേ ദൈവനാമത്തിൽ ഒരിക്കലും കള്ളസത്യം ചെയ്യാൻ പാടില്ല. ഇതാണ് ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കൽ. എന്നാൽ ഈ യഹൂദ റബ്ബിമാരെന്ത് ചെയ്യുന്നറിയാമോ? അവര് ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കി. ഇന്നിന്ന കാര്യങ്ങളെ ചൊല്ലി സത്യം ചെയ്താൽ കുഴപ്പമില്ല, അത് തെറ്റിച്ചാലും വലിയ ഗൗരവമല്ല. പക്ഷെ ഇന്നിന്ന കാര്യങ്ങൾ, ആ ലിസ്റ്റ് മത്തായി 23-ലുണ്ട്. ഇന്നിന്ന കാര്യങ്ങളെ ചൊല്ലി സത്യം ചെയ്താൽ അത് പാലിച്ചേ പറ്റുള്ളൂ. ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ, അവരുടെ വ്യാഖ്യാനം അവർ കൂട്ടിച്ചേർത്ത് സൗകര്യത്തിന് പറയുകയാണ്. അപ്പോ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയണം. നിങ്ങളുടെ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ചു, എനിക്ക് തിരിച്ചു തരാൻ ഉദ്ദേശമൊന്നുമില്ല. എന്നാലും കാശ് നിങ്ങൾ തരാൻ വേണ്ടി ഞാൻ പറയും, അയ്യോ എനിക്ക് അത്യാവശ്യമാണ്, കാശ് തരണേ, ഞാൻ 1 മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് മന്ദിരത്തെ ചൊല്ലി ഞാൻ സത്യം ചെയ്യാം. അപ്പൊ മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ അത് കീപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വേറെ യാഗപീഠത്തെ ചൊല്ലി ഞാൻ സത്യം ചെയ്യാം, അത് കീപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ യാഗവസ്തുവിനെ, യാഗപീഠത്തിൽ ഇരിക്കുന്നതിനെ ചൊല്ലി സത്യം ചെയ്താൽ അത് കുഴപ്പമാണ്. അപ്പൊ എന്തിനാ ഈ സത്യം ചെയ്യുന്നത്? അനുസരിക്കാതിരിക്കാനാ സത്യം ചെയ്യുന്നത്. പക്ഷേ കേൾക്കുന്നവൻ വിചാരിക്കണം, കണ്ടോ ഇവൻ ആണയിട്ട് പറഞ്ഞത്, അപ്പൊ തീർച്ചയായിട്ടും ഇവൻ ആ കാശ് തിരിച്ചു തരുമെന്ന് വിചാരിക്കണം. എന്തെല്ലാം സൂത്രങ്ങളും കള്ളത്തരങ്ങളുമാണ് ന്യായപ്രമാണത്തോട് ബന്ധത്തിൽ ഈ യഹൂദ നേതാക്കൾ അവരെ പഠിപ്പിച്ചു വെച്ചത്. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? കർത്താവ് പറഞ്ഞു 37-ാം വാക്യത്തിൽ, നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല എന്നുമായിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമുക്ക് സത്യം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ അടുത്ത ആഴ്ച കാശ് തിരിച്ചു തരാം,
അതിന് ഒരു സത്യവും ചെയ്യണ്ട. ഇപ്പം അത്യാവശ്യമാണെന്ന് സഹായിക്കണേ, അടുത്ത ആഴ്ച ഞാൻ തന്നോളാമെന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് ശരിയായിരിക്കണം. എന്താ കാര്യം? നീ ദൈവവൈതല, നീ വിശ്വാസിയ. അതുകൊണ്ട് നീ ഉവ്വെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉവ്വെന്നാണ്, നീ ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ലെന്നാണ്. അതിന് വേറെ അർത്ഥവും ഉണ്ടാകാൻ പാടില്ല. അതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ നീ ആണയിടേണ്ട കാര്യമില്ല. യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ നമ്മുടെ സംസാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവും അതുപോലെ പൗലോസും ഒക്കെ ആണയിട്ട് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടിലെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവം ആണയിട്ട് പറയുന്നതായിട്ട് എബ്രായ ലേഖനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ആണയിടുന്നത് അതിൽ തന്നെ തെറ്റല്ല. ദൈവം ആണയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് ആണയിട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്, യേശു തന്നെയും ആണയിട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ ഗൗരവമേറിയ കാര്യങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ അങ്ങനെ പറയാം. നമുക്കറിയാമല്ലോ, കോടതിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സത്യം ചെയ്യേണ്ടതായിട്ട് വരും. അത് തെറ്റല്ല. എന്നാൽ കർത്താവിനോട് വിലക്കുന്ന എന്താണ്? കള്ളം പറയാനായിട്ട് സത്യം ചെയ്യുകയാണ് ചിലർ. അത് പാടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന നമ്മുടെ പ്രമാണം എന്താ? നാം സത്യം ലീഗലായിട്ടൊക്കെ ചിലപ്പോൾ സത്യം ചെയ്യേണ്ടി വന്നേക്കാം കോടതിയിൽ. ആ കാര്യമല്ല നമ്മൾ പറയുന്നത്. അനുദിന ജീവിതത്തിലെ നമ്മുടെ സംഭാഷണത്തിൽ ഒരു സത്യവും നീ ചെയ്യണ്ട, ഒരാണയും ചെയ്യണ്ട. നാളെ ഞാൻ വരുമെന്ന് പറഞ്ഞാൽ നാളെ വരുമെന്ന് അതിൻ്റെ അർത്ഥം. അത് പാലിക്കാത്ത ഉപദേശിമാരും പ്രസംഗകരും ഉണ്ട്. യോഗം വെച്ചു, കൺവെൻഷൻ വെച്ചു, പന്തൽ വെച്ചു, നാളെ വിളിച്ചപ്പോൾ പറയാ, അതേ എനിക്ക് വേറൊരു പ്രോഗ്രാമുണ്ട്, ദയവായിട്ട് അങ്ങനെ പറയല്ലേ. നാളെ വരുമെന്ന് പറഞ്ഞാൽ നാളെ വരണം. ചില ആളുകൾ കിഴക്കോട്ട് പോകുമെന്ന് പറഞ്ഞാൽ വിചാരിച്ചോണം പടിഞ്ഞാറോട്ടാണ് പോകുന്നതെന്ന്. വിശ്വാസികളുടെ എത്രയോ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണമോ അല്ലെ പുസ്തകമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അടുത്ത ആഴ്ച ഖണ്ഡിതമായിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ആഴ്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ആഴ്ച ഇതുവരെ വന്നിട്ടില്ല. വിശ്വാസികളുടെ ഇടയിൽ ഈ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. പറയുന്ന വാക്ക് കീപ്പ് ചെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് ദൈവമക്കൾക്ക് യോജിച്ചതല്ല. ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും പറയുന്ന കാര്യം അതുപോലെ ചെയ്യണം. അതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ മറ്റവരെ അറിയിക്കണം. അയ്യോ, എനിക്കിങ്ങനെ ഒരു എമർജൻസി വന്നു കേട്ടോ, എനിക്ക് വരാനൊക്കുകയല്ല എന്ന് കുറഞ്ഞ പക്ഷം അത് പറയുകയെങ്കിലും ചെയ്യണം. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗൗരവമായിട്ടെടുക്കാതെ തോന്നിയതുപോലെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ദൈവമക്കൾക്കത് ഭൂഷണമല്ല. ഞാൻ യേസ് എന്ന് പറഞ്ഞാൽ യേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നോ എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അതിൻ്റെ അർത്ഥം. മൈ യേസ് ഷുഡ് മീൻ യേസ്, മൈ നോ ഷുഡ് മീൻ നോ. There is no need for me to swear by anything. I just have to speak the truth in my daily life. ഇതായിരിക്കണം വിശ്വാസികളുടെ പ്രമാണം. അടുത്ത ഒരു കാര്യത്തിലേക്ക് നമുക്ക് വേഗം പോകാം. 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 21-22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ആ വാക്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ നിന്റെ കണ്ണ് തകർത്താൽ അവൻ്റെയും കണ്ണ് നീ അടിച്ച് തകർക്കണം എന്നല്ല ആ വാക്യത്തിന്റെ അർത്ഥം. യഹൂദന്മാർ അങ്ങനെയാണ് എടുത്ത്. കണ്ണിന് പകരം കണ്ണെന്ന് എഴുതിയിട്ടുണ്ട് പഴയ നിയമത്തിൽ കേട്ടോ. അവരതിൻ്റെ അർത്ഥം എടുത്ത എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ കണ്ണ് നീ എടുത്താൽ നിന്റെ കണ്ണ് ഞാനും എടുക്കും. അതല്ല ആ വാക്യത്തിന്റെ അർത്ഥം. ആ വാക്യത്തിന്റെ അർത്ഥം, നിന്റെ കണ്ണൊരുത്തൻ എടുത്താൽ അവന് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം പനിഷ്മെന്റ് അവന്റെ കണ്ണെടുക്കാം. അതിന്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായോ? നിന്റെ കണ്ണൊരുത്തൻ എടുത്താൽ നീയും അവന്റെ കണ്ണ് എടുക്കണം എന്നല്ല. നിന്റെ കണ്ണൊരുത്തൻ എടുത്താൽ അവന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ അവന്റെ കണ്ണ് നിനക്കെടുക്കാം. അല്ലാതെ അവന്റെ തല വെട്ടിക്കളയണമെന്നല്ല. അവൻ എൻ്റെ കണ്ണെടുത്തതുകൊണ്ട് ഞാൻ അവന്റെ തല വെട്ടാൻ പോവുകയാണ്, അങ്ങനെ പറയരുത്. അതല്ല ഇതിൻ്റെ അർത്ഥം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ആ ഭാഗങ്ങൾ, ഞാൻ അവിടെ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ന്യായാധിപനായിരിക്കണം ഇത് ചെയ്യേണ്ടത്. യഹൂദന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ? കണ്ണിന് പകരം കണ്ണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കണ്ണെടുത്താൽ ഞാൻ നിന്റെയും കണ്ണെടുക്കും.
വ്യക്തിപരമായ പ്രതികാരത്തിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്ന പഴയ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇത് ന്യായാധിപൻ വിസ്തരിച്ച് ന്യായാധിപൻ കൊടുക്കേണ്ട ശിക്ഷയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. Eye for an eye does not mean that if you take my eye, I must take your eye. It means under the scrutiny of a judge, the maximum punishment that can be given to you is taking your eye. Not that I must take your eye, but the judge can judge. He can give a judgment in which your eye also can be taken. That is the maximum punishment. എന്നാൽ യഹൂദന്മാർ എങ്ങനെ അതെടുത്ത്? എന്റെ കണ്ണെടുക്കുന്നവന്റെ കണ്ണ് ഞാനും എടുക്കും. വ്യക്തിപരമായ പ്രതികാരം, പേഴ്സണൽ റിവെഞ്ചിന് വേണ്ടി അവർ ഈ പ്രമാണം ഉപയോഗിച്ചിരുന്നു. കർത്താവ് പറയാണ് ഈ പ്രമാണത്തിന്റെ അർത്ഥം അതല്ല. അപ്പോൾ ഈ പ്രമാണത്തിൽ 3 കാര്യമുണ്ട്. ഒന്ന്, പരമാവധി ശിക്ഷ ഇത്രയേ ആകാവൂ എന്ന് ലിമിറ്റ് ചെയ്യുകയാണ്. വ്യക്തിപരമായ പ്രതികാരമല്ല, ന്യായാധിപൻ കൊടുക്കേണ്ട ശിക്ഷയാണ് അവിടുത്തെ വിഷയം. മാത്രമല്ല, ന്യായാധിപനും അന്യായമായി ശിക്ഷ വിധിക്കാൻ പാടില്ല. എൻ്റെ വലങ്കൈ ഒരുത്തൻ ഒടിച്ചുകൊണ്ട് അവൻ്റെ 2 കാലും തല്ലി ഒടിച്ചോ എന്ന് ന്യായാധിപൻ പറയാൻ പാടില്ല. വലങ്കൈ ഒടിച്ചെങ്കിൽ മാക്സിമം അവന് കൊടുക്കാവുന്ന പണിഷ്മെന്റ് അവൻ്റെ വലങ്കൈ ഒടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറ്റത്തിന് നിരക്കാത്ത അന്യായ വിധി ന്യായാധിപൻ നടപ്പാക്കാതിരിക്കാനാണ് ഈ പ്രമാണം ദൈവം കൊടുത്തത്. മാത്രമല്ല കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും ഇത് സഹായമാവും. ഞാൻ ഒരാളുടെ കണ്ണെടുത്താൽ എൻ്റെയും കണ്ണെടുക്കുമല്ലോ എന്നുള്ള ചിന്തയിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും ഇടയാകും. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഇന്റന്റ് എന്താ? അതിന്റെ ഉദ്ദേശം എന്താ? ഈ പ്രമാണങ്ങൾ കൊടുത്തപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് എന്താ? ദൈവം ഉദ്ദേശിച്ചത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അവരതിനെ എങ്ങനെ എടുത്തത്? അവരതിനെ വ്യക്തിപരമായ പ്രതികാരത്തിനുള്ള ഒരു ചാൻസ് ആയിട്ട് അവര് എടുത്തു. കർത്താവ് അതിനെ ഇവിടെ തിരുത്തുകയാണ്. അതിൻ്റെ താഴെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചവിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കാം. ദൈവമക്കൾ ഈ ലോകത്തിലെ ഒരു ദുഷ്ടതയോടും എതിർത്ത് നിൽക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. പരസ്പര പ്രതികാരം വ്യക്തിപരമായി ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലോകത്തിലെ ദുഷ്ടതയോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ വ്യക്തിപരമായ പ്രതികാരം ആളുകളോട് ചെയ്യരുത്. നമ്മുടെ പ്രമാണം തിന്മയെ നന്മയാൽ ജയിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചേ, നിന്നെ വലത്തെ ചവിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്ക. ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? വലത്തെ ചവിട്ടത്ത് അടിക്കുക. യഹൂദന്മാരുടെ അന്നത്തെ ധാരണ അനുസരിച്ച് ഒരുത്തന്റെ വലത്തെ ചവിട്ടത്ത് അടിക്കുന്നത് ഏറ്റവും വലിയ ഇൻസൾട്ടാ. ഒരുത്തൻ അടി കൊടുക്കുന്നതിനേക്കാൾ ഒരുത്തന്റെ വലത്തെ ചവിട്ടത്ത് അടിക്കുന്നത് ഏറ്റവും വലിയ ഇൻസൾട്ടാണ്. ആ ഇൻസൾട്ട് നിനക്ക് ചെയ്താലും നീ അതിന് പ്രതികാരം ചെയ്യരുതെന്നാണ് കർത്താവ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരുത്തന്റെ വലത്തെ ചവിട്ടത്ത് അടിക്കുന്നത് അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അപമാനമാണ്. ആ അപമാനം ഒരുവൻ നിനക്ക് അങ്ങനെ അപമാനിച്ചാലും നീ അതിന് പ്രതികാരം ചെയ്യരുതെന്നാണ് കർത്താവ് പറയുന്നത്. സ്ട്രൈക്കിംഗ് ഓൺ ദ റൈറ്റ് ചീക്ക് വാസ് എ ഗ്രേറ്റ് ഇൻസൾട്ട് ടു ദ Jews. Therefore the Lord said, even if you are insulted to the maximum, you should not take personal revenge. വേറൊരു കാര്യം, വലത്തെ ചവിട്ടത്ത് അടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങളിപ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ, ഞാനൊരു കാര്യത്തിന് വേണ്ടി പറയാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇപ്പോൾ ഞാനും എൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ ഇരിപ്പുണ്ട്. ഞാൻ ഈ സഹോദരനെ അടിക്കാന്ന് വിചാരിക്കുക. ഏത് ചവിട്ടത്താണ് അടിക്കുന്നത്? പറഞ്ഞേ, ഏത് ചവിട്ടത്താ? ഇടത്തെ ചവിട്ടത്തെ അടിക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ വലത്തെ ചവിട്ടത്തെ അടിക്കാൻ പറ്റുകയില്ല. അടുത്തിരിക്കുന്ന ആളെ വേണേ അടിച്ചു നോക്കൂ. ഒരാളുടെ വലത്തെ ചവിട്ടത്ത് നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. ആരെ അടിച്ചാലും ഇടത്തെ ചവിട്ടത്തെ അടിക്കുള്ളൂ. പിന്നെ വലത്തെ ചവിട്ടത്ത് വേണേ അടിക്കാം. എങ്ങനെയാണെന്നറിയാമോ? ബാക്ക് ഹാൻഡഡ്. നിന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു അടി കൊടുക്കാം വലത്തെ ചവിട്ടത്ത്. അതാണ് ഇൻസൾട്ട് ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ യഹൂദന്മാർക്ക് അന്നത്തെ അവരുടെ ധാരണയിൽ ഒരു മനുഷ്യനെ പുറംകൈ കൊണ്ട് അടിച്ചാൽ അതാണ് ഏറ്റവും വലിയ അപമാനം. അതിൻ്റെ കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെ പുറംകൈ കൊണ്ട് ഒരുത്തൻ നിന്റെ വലത്തെ ചവിട്ടത്ത് അടിച്ചാലും മാക്സിമം ഇൻസൾട്ട് നിനക്ക് തന്നാലും
ഡോണ്ട് റീറ്റാലിയേറ്റ്, അതിന് പ്രതികാരം ചെയ്യരുതെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയോ അത്ഭുതകരമായ അനുഗ്രഹീതമായ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതിൻ്റെ താഴെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, പുതപ്പും വസ്ത്രവും എടുക്കുന്ന കാര്യം. അതിൻ്റെ വിശദീകരണം ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. വസ്ത്രം എന്ന് പറയുന്നത് അകമേ ധരിക്കുന്നതാണ്, പുതപ്പെന്ന് പറയുന്നത് പുറമേ ധരിക്കുന്നതാണ്. അപ്പോൾ നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും നീ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ, യാതൊരു പ്രതികാരത്തിൻ്റെയും മനോഭാവം നിനക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. നിന്റെ ഉൾവസ്ത്രം എടുക്കാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ ഉൾവസ്ത്രം മാത്രമല്ല, നിന്റെ ബാഹ്യമായ വസ്ത്രം കൂടെ കൊടുക്കാനായിട്ട് നീ മനസ്സ് വെക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. മറ്റൊരു കാര്യം എൻ്റെ 41 വാക്യത്തിലുണ്ട്, ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ അവനോടുകൂടെ പോക. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഇപ്പൊ യോഗം കഴിഞ്ഞ ഒരാള് മറ്റേ സോഹരനോട് പറയാണ്, സോഹര എൻ്റെ കൂടെ 1 മൈലൊന്ന് വാ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു പ്രാവുംകൂട് വരെ എന്ന് വിചാരിച്ചു, കൊറ്റൂര് വരെ പോകണമെന്നാണോ എൻ്റെ അർത്ഥം? ആണോ? അതാണോ എൻ്റെ അർത്ഥം? ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ആ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? 1 നാഴിക വരാൻ പറഞ്ഞാൽ 2 നാഴിക പോകണം. എന്തിനാ 2? അയാളുടെ വീട് പ്രാവുംകൂട്ടിലായിരിക്കും, പിന്നെ നീ എന്തിനാ 2 നാഴിക പോകുന്നത്? ഈ പറയുന്നതിന് വേറൊരു വലിയ അർത്ഥമുണ്ട്. അതെന്താണെന്നറിയാമോ? യഹൂദന്മാരെ അന്ന് ഭരിച്ചിരുന്നത് റോമാക്കാരാണ്, എല്ലാവർക്കും അറിയാം. റോമൻ പടയാളികൾക്ക് യഹൂദന്മാരോട് അവരുടെ ഗിയർ, അതായത് അവരുടെ ബാഗേജ് ചുമക്കാൻ പറയാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അത് 1 നാഴിക 1 മൈലേ ചുമക്കാൻ പറയാവുള്ളൂ. അപ്പോൾ ഒരു റോമൻ പടയാളി വഴി കാണുന്ന ഒരു യഹൂദനോട് പറയാ, വന്ന് എൻ്റെ പെട്ടി എടുക്കടാന്ന് പറഞ്ഞാൽ അവൻ എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ 1 മൈലേ അത് ചുമപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കുറേനക്കാരനായ ശിമോനെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചത്. അവർ കൊണ്ടുപോയപ്പോൾ അവനെ വിളിച്ചു വന്ന് ഈ ക്രൂശ് എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ, റോമൻ പടയാളികൾക്ക് ഏത് കാര്യവും എടുക്കാൻ യഹൂദന്മാരോട് പറയാം. അവർ പറയുമ്പോൾ നിരസിക്കാൻ പാടില്ല. 1 മൈല് കൊണ്ടുപോകണം, ഇതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഈ 1 മൈല് കൊണ്ടുപോകുന്നത് സന്തോഷത്തോടെയാണ്. ഒരു റോമൻ പടയാളി യഹൂദനെ വിളിച്ച് പറയാ, എടാ എൻ്റെ പെട്ടി എടുക്കെന്ന് പറഞ്ഞു. അവന് പെട്ടി എടുക്കാതിരിക്കുന്ന നിവൃത്തിയില്ല. പെട്ടി 1 മൈൽ വരെ കൊണ്ടുപോകാൻ പറയാൻ പാടുള്ളൂ, അത് കൂടുതൽ അനുവാദമില്ല. ഇവൻ ഈ 1 മൈൽ ചുമക്കുമ്പോൾ എന്തോ പറഞ്ഞോണ്ടാ ചുമക്കുന്നത്? വാ കൊണ്ട് ഉറക്കെ പറയുകയല്ല, എന്തോ പറഞ്ഞോണ്ടാ ചുമക്കുന്നത്? അന്യനാട്ടുകാരനായ നീയൊക്കെ ഇവിടെ വന്ന് ആള് കളിക്കുക അല്ലേ, നിന്നെയൊക്കെ അടിച്ച് പുറത്താക്കുന്ന ദിവസം വരുന്നുണ്ട്, പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിൻ്റെയൊക്കെ പെട്ടി എടുക്കുക. ഇത്രയും ഭാരമുള്ള പെട്ടിയും ചുമന്നുകൊണ്ട് നീ എന്തിനാ ഞങ്ങളുടെ നാട്ടിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. വരട്ടെ, ഒരു ദിവസമുണ്ട്, നിന്നെയൊക്കെ അടിച്ച് ഞങ്ങൾ പുറത്താക്കുന്നുണ്ട്. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഇവൻ ശപിച്ചുകൊണ്ടാ പെട്ടി എടുത്തോണ്ട് നടക്കുന്നത്. 1 മൈലാകുമ്പോൾ ദാണ്ട കിടക്കുന്നതാ നിന്റെ പെട്ടി. വാഗോണ്ട് പറയത്തില്ലായിരിക്കും. ഈ മനോഭാവത്തിലാണ് അവനെ പെട്ടി താഴോട്ട് ഇടുന്നത്. അതാണ് അന്നത്തെ രീതി. പക്ഷേ എൻ്റെ അനുഗാമികൾ, എൻ്റെ രാജ്യത്തിലെ പ്രജകൾ, they should show a different attitude. അവര് ലോകമനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായൊരു മനോഭാവം കാണിക്കണം. നിന്നോട് 1 മൈൽ എടുക്കാൻ പറഞ്ഞാൽ നീ ആ പെട്ടി എടുത്തുകൊണ്ട് നടക്കുമ്പം പാട്ട് പാടിക്കൊണ്ട് നടക്കണം. യേശുവേ നിൻ വാദം കുമ്പിടുന്നേ, ദിസ് ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, പാടിക്കൊണ്ട് നടക്കണം. എന്നിട്ട് 1 മൈൽ ചെല്ലുമ്പം നീ ചോദിക്കണം, സാറേ ഞാൻ 1 മൈലൂടെ ഒന്ന് ചുമന്നോട്ടെ. അത് കേൾക്കുമ്പോൾ അവന് ഷോക്കടിക്കും. അവൻ ചോദിക്കും, നീ ഏത് സഭക്കാരനാ? എന്താ 1 മൈലൂടെ ചുമക്കാൻ നീ പറഞ്ഞ്? ഒരു മനുഷ്യൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. 1 മൈൽ ചുമക്കാൻ പറഞ്ഞാൽ നീ 2 മൈൽ ചുമക്കണം. ദാറ്റ് മീൻസ് യു ഷുഡ് ഷോ എ ഡിഫറെന്റ് സ്പിരിറ്റ്, ഡിഫറെന്റ് ഫ്രം ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിലെ മറ്റ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനോഭാവം നീ പുലർത്തണം. ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു കൂട്ടം ജനത്തെ ഉളവാക്കാനാണ്. ഐ ഹാവ് കം ടു പ്രൊഡ്യൂസ് എ ന്യൂ റേസ് ഓഫ് ബോൺ അഗൈൻ പീപ്പിൾ. വീണ്ടും ജനനം പ്രാപിച്ച പുതിയ ഹൃദയമുള്ള ഒരു കൂട്ടം ആളുകളെ ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ നേതാവ് ഞാനാണ്. എൻ്റെ അനുഗാമികളെല്ലാം ഈ സ്വഭാവം പാലിക്കുന്നവരായിരിക്കണം. ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെ പ്രതികാരം ചെയ്യാത്ത, വലത്തെ ചകിട്ട് തടിച്ചാലും ഇടത്തെ ചകിട്ട് കാണിച്ചു കൊടുക്കുന്ന, ഒരു വസ്ത്രം ചോദിച്ചാൽ മറ്റേ വസ്ത്രവും കൊടുക്കുന്ന, 1 നാഴിക വരാൻ പറഞ്ഞാൽ അവൻ ശത്രുവാണെങ്കിലും അവനോട് സ്നേഹത്തോടെ ഞാൻ 2 നാഴിക വന്നോട്ടെ എന്ന് ചോദിക്കുന്ന അനുഗാമികളെ
വാർത്തെടുക്കാനാണ് ഞാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിൻ്റെ ഉപദേശം. ഒരു കാര്യം കൂടെ 42 പറഞ്ഞിട്ടുണ്ട്, നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവനെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താ? ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കണമെന്നാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പം വായ്പ വാങ്ങാൻ കൊടുക്കുന്നവർക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? വായ്പക്കാരാ എല്ലായിടത്തും. എന്നും ഈ വാക്യം അനുസരിച്ച് ഉള്ളതെല്ലാം വായ്പ കൊടുത്താലും പിന്നെ നിന്റെ കയ്യിലൊന്നുമില്ലാതെ വരും. അതല്ല ഈ വാക്കിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനോട് പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റു ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ഇതിന്റെ വിശദീകരണമുണ്ട്. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലിരിക്കുന്നവനെ നീ ഒരിക്കലും ഒഴിക്കരുത്. ഒരുത്തൻ ആവശ്യത്തിലാണ്, അവന് സഹായം വേണം, നീ ഒരിക്കലും അവനെ ഒഴിഞ്ഞു കളയരുത്. നിനക്ക് സഹായിപ്പാൻ പ്രാപ്തിയുള്ളപ്പോൾ, തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പോയി വരിക, നാളെ തരാമെന്ന് നീ പറയരുത്. ആവശ്യത്തിലിരിക്കുന്നവനെ നീ സഹായിക്കണം. അപ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലെ പ്രജകളിൽ കാണപ്പെടേണ്ട സ്വഭാവം, ഈ സ്വഭാവം നമ്മളിലും കാണപ്പെടണം. എ ന്യൂ സ്പിരിറ്റ്, എ ന്യൂ ക്യാരക്ടർ വിത്തൗട്ട് റിവെഞ്ച്, എ ക്യാരക്ടർ ഓഫ് ലവ്, എ ക്യാരക്ടർ ദാറ്റ് ഈസ് വില്ലിംഗ് ടു ഡു ഗുഡ് ഈവൻ ടു ദോസ് ഹു ഡു ഈവിൽ. ദാറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഓൾ ദോസ് ഹു ബിലോങ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മുടെ ഈ പഠന മുഖാന്തരം വരുന്ന ദിവസങ്ങളിലും ഈ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കും.